ഇന്ന് പകൽ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ദൈവം തന്ന വചനം മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. മാത്യു ചാപ്റ്റർ 3 വേഴ്സസ് 16. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഴുകൽ സ്നാനത്തെക്കുറിച്ചൊന്ന് പറയുവാൻ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കും, സ്നാനപ്പെട്ട എന്നോട് എന്തിനാണ് ഈ ഒരു സന്ദേശം കർത്താവ് പറയുന്നത്? ഈ സന്ദേശം എൻ്റെ ഉള്ളത്തിൽ തന്നപ്പോൾ ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു. കർത്താവ്, ഞാൻ ഈ മുഴുകൽ സ്നാനമേറ്റ ആളാണ്. സ്തോത്രം. ഈ വചനത്തിൽ സത്യമെന്ന് ബോധ്യമായപ്പോൾ കർത്താവ് നൽകിയ മാതൃപ്രകാരം ഞങ്ങൾ സ്തോത്രം വെള്ളത്തിൽ ഇറങ്ങി, വെള്ളത്തിൽ മുങ്ങി, വെള്ളത്തിൽ നിന്ന് കയറി. സ്തോത്രം. അവിടെ പറയുന്നു, യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. കയറണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? വെള്ളത്തിൽ ഇറങ്ങണം. ഇറങ്ങി, ആമേൻ, വെള്ളത്തിൽ മുങ്ങി, പിന്നെ താൻ എന്ത് ചെയ്തു? കയറി. സ്തോത്രം. അപ്പം മുഴുകൽ സ്നാനം, ഫുള്ളി ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ മുഴുവനും വെള്ളത്തിന് ഉള്ളിൽ മുക്കി പൊക്കിയെടുക്കുന്നതാണ് വചനം പഠിപ്പിക്കുന്ന സ്നാനം. സ്തോത്രം. ശിശു സ്നാനത്തെക്കുറിച്ചൊക്കെ പലതും പറയാറുണ്ട്. സ്തോത്രം. അതിനെക്കുറിച്ച് പോകാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും വേഗത്തിൽ ഒന്നിനോട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. സ്നാനപ്പെടണമെങ്കിൽ എന്തൊക്കെയാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത? ഒന്ന്, സ്നാനപ്പെടുന്ന ആൾ വിശ്വസിക്കണം. 28 ദിവസമുള്ള കുഞ്ഞിനെ ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിയുകയില്ല. സ്നാനപ്പെടുത്ത ഇടത്തേക്ക് സ്നാനാർത്ഥി തന്നെ കടന്നു വരണം, ആരും എടുത്തുകൊണ്ട് വരേണ്ടതില്ല. സ്തോത്രം. 2, ഈ വരുന്ന വ്യക്തി വിശ്വാസം തൻ്റെ ആദരം കൊണ്ട് ഏറ്റുപറയണം. സ്തോത്രം. ഒരു കുഞ്ഞിന് അത് പറയുവാൻ കഴിയുകയില്ല. 4, സ്നാനപ്പെടുന്ന വ്യക്തിയും സ്നാനപ്പെടുത്തുന്ന വ്യക്തിയും മാത്രമേ സ്നാനക്കുളത്തിൽ കാണാവുള്ളൂ, തലതൊട്ടപ്പൻ കാണുവാൻ പാടില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വ്യത്യസ്തമായ 5, വെള്ളത്തിൽ മുങ്ങണം, മുങ്ങിയിട്ട് പൊങ്ങണം. സ്തോത്രം. ഈ തളിക്കുന്നത് സ്നാനമല്ല. ദൈവത്തിന് സ്തോത്രം. ശിശു സ്നാനം വചനം അംഗീകരിക്കുന്നില്ല. എന്നാൽ മുഴുകൽ സ്നാനമേറ്റ് ബഹുഭൂരിഷം ആളുകളും ഈ സന്ദേശം കേൾക്കുന്നവർ ഈ മുഴുകൽ സ്നാനമേറ്റവരാണ്. അവരോട് ഇന്ന് പകൽ പരിശുദ്ധാത്മൻ എന്താണ് പറയുവാനുള്ളത്? ദൈവത്തിന് സ്തോത്രം. നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കുന്നു. വചനപ്രകാരം സ്നാനപ്പെടുവാൻ കൃപ തന്ന ദൈവത്തിന് ഇന്ന് പകൽ നമ്മൾ മഹത്വം കരയേറ്റുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം അതിൻ്റെ 38-39, ആക്ട്സ് ചാപ്റ്റർ 8, 38 and 39 ഒന്ന് വായിക്കുമ്പോൾ, ഷണ്ണനും ഫിലിപ്പോസ് നമ്മൾ ആ കാര്യം വിവരിക്കുമ്പോൾ അങ്ങനെ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. ഷണ്ണൻ വെള്ളത്തിൽ മുങ്ങി പൊങ്ങി. സ്തോത്രം. അടുത്തത്, അവർ വെള്ളത്തിൽ നിന്നും കയറി. തൊട്ടിയിൽ വെച്ചിട്ട് കൈ കൊണ്ട് അടിക്കുന്ന പരിപാടിയല്ല സ്നാനം. ആ വെള്ളത്തിലേക്ക് ഇറങ്ങണം. സ്നാനം എടുക്കുവാൻ തീരുമാനമുള്ള ആൾ മുഴുവനും മുങ്ങണം. ആ വ്യക്തി പൊങ്ങി, ഇരുവരും വെള്ളത്തിൽ നിന്ന് കയറി കരയ്ക്ക് വരുമ്പോൾ വചനപ്രകാരമുള്ള സ്നാനം നമ്മൾ ഒരു ഭാഗത്തൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളെ കാണിച്ചു തരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത്ര കൃത്യമായി എഴുതി വെച്ചിട്ടും ഈ സത്യം അറിഞ്ഞിട്ടും അറിയാത്തവർ പോലെ ജീവിക്കുന്നവരും അത് വേണ്ട എന്ന് നടക്കുന്നവരും അനേകരുണ്ട്. സ്തോത്രം. അവരുടെ എല്ലാം വിടുതലിനായി നമുക്ക് പ്രാർത്ഥിക്കാമെന്നല്ലാതെ ഇന്ന് പകൽക്കാലം മറ്റൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഓർക്കുക, മുഴുവനും മുങ്ങി മുഴുകൽ സ്നാനമാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നതും ദൈവം അംഗീകരിക്കുന്നതും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരെങ്കിലും പറഞ്ഞ് ഞങ്ങൾ ചെറുപ്പത്തിൽ സ്നാനപ്പെട്ടത് എപ്പോഴാണ്? 28-ാം ദിവസം അല്ലെങ്കിൽ 14-ാം ദിവസം. സ്തോത്രം. ആമേ. ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തലവട്ടപ്പൻ പുള്ളി വരച്ചു പോയി. സ്തോത്രം. പുള്ളി എല്ലാം പറഞ്ഞു തന്നു, ഒന്നും പറഞ്ഞു തന്നില്ല. അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകൽ ഗൗരവപരമായ കാര്യം ദൈവസഭയെ അറിയിപ്പാനുണ്ട്. ഒന്നുകൂടെ പറയുന്നു, സ്നാനാർത്ഥിയും സ്നാനപ്പെടുത്തുന്ന വ്യക്തിയൂടെ വന്ന് ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി, ആ വ്യക്തിയെ മുങ്ങി വീണ്ടും പൊങ്ങി വെള്ളത്തിൽ നിന്ന് കയറി വരുന്നതാണ് ദൈവവചനം അംഗീകരിക്കുന്ന സ്നാനം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ മുഴുകൽ സ്നാനം മസ്റ്റാന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വചനം റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കുക. റോമൻസ് ചാപ്റ്റർ 6, 3 and 4.
യേശു ക്രിസ്തുവിനോട് ചേരുവാൻ, ഒന്ന് ശ്രദ്ധിക്കണം, പെന്തിക്കോസ്ത് സഭയിൽ ചേരുവാനുള്ള നിയമമല്ല, പെന്തിക്കോസ്ത് സഭയിൽ ചേരുവാനുള്ള ഒരു കർത്തവ്യമല്ല. സ്നാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനോട് ചേരുകയാണ്. അപ്പൊ നമ്മൾ എന്തിനാണ് സ്നാനമേറ്റിരിക്കുന്നത്? യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അതുകൊണ്ട് ചർച്ചിൽ എന്തില്ല? മെമ്പർഷിപ്പ് ഫോമില്ല. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ ചേർന്നത് ഒരു സഭയിലല്ല, നിങ്ങൾ ചേർന്നത് ക്രിസ്തുവിനോട് കൂടെയാണ്. സ്തോത്രം. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയാകാൻ സ്നാനപ്പെട്ടിരിക്കുന്നു. പങ്കാളിയാകുവാൻ നിങ്ങൾ അറിയണം, അവന്റെ മരണത്തിൽ പങ്കാളിയാകാൻ സ്നാനമേറ്റിരിക്കുന്നു. അടുത്ത വാക്യം, അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. മരിച്ച യേശുവിനെ കുഴിച്ചിട്ടു. സ്തോത്രം. ആരെങ്കിലും മരിച്ചു പോയാൽ കാല് മാത്രം കുഴിച്ചിട്ടേക്കും, ബാക്കി മാത്രം പുറത്തിടുവോ? നമ്മുടെ ആരാന്ന് പറഞ്ഞാലും, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മുഴുവനായി കുഴിയിലിട്ട് അങ്ങ് മൂടിക്കളയും. സ്തോത്രം. ആ മുഴുവൻ മൂടുന്ന, ആ മരണത്തോട് കുഴിച്ചിടപ്പെടുന്ന അനുഭവമാണ് ഈ മുഴുകലിലേക്ക് വരുന്ന ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവനോട് നമ്മൾ കുഴിച്ചിടപ്പെടുകയാണ്. എങ്ങോട്ട്? താഴുമ്പോൾ. എന്നിട്ട് ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ മരിക്കുവാൻ, കുഴിച്ചിടപ്പെടുവാൻ വെള്ളത്തിൽ മുങ്ങുന്ന ഞാൻ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് മടങ്ങി എഴുന്നേൽക്കുകയാണ്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ജഡത്തിൽ മരിച്ചാൽ ആമേൻ, സ്തോത്രം, കുഴിച്ചിടുന്നത് പോലെ ആമേൻ, പഴയ മനുഷ്യന്റെ മരണം ഒരു പുതിയ മനുഷ്യന്റെ ഉയർപ്പിന് കാരണമായി തീരുകയാണ്. 5-ാം വാക്യം ഒന്ന് വായിച്ചേ. 5ആണോ വായിച്ചത്? അവന്റെ കുഴിച്ചിടപ്പെട്ട സ്നാനമാണ് എടുത്തതെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നീ ഇവിടെ ചൊറപ്പിക്കുകയാണ്, ഈ സ്നാനമാണ് ഞാൻ ഏറ്റെടുത്തതെങ്കിൽ ആ പുനരുത്ഥാനത്തില് എനിക്ക് പങ്കാളിത്തമുണ്ട്. സ്തോത്രം. സ്തോത്രം. അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ ക്രിസ്തുവിനോട് മരിച്ചുവെങ്കിൽ, ഞാൻ മുഴുകൽ സ്നാനം ഏറ്റുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഭൂമിയിൽ എന്റെ വിശ്വാസം ഉറപ്പിക്കുന്നു. ഞാൻ അവനോടുകൂടെ മരിച്ചുവെങ്കിൽ ഞാൻ അവനോട് ജീവിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഓൺലൈനിൽ എൻ്റെ സഹോദരി കേട്ടുകൊണ്ടിരിക്കുക. എൻ്റെ കസിൻ അയർലൻഡിൽ ഇരുന്നുകൊണ്ട് എൻ്റെ ഭവനത്തിൽ വന്ന് സ്നാനപ്പെട്ടത് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ക്രിസ്തു വിരോധിക്കുന്ന സമയത്ത്, സ്തോത്രം, ഞാൻ പറഞ്ഞു, എന്തിനാണ് ഈ ആറ്റിലൊക്കെ പോയി സ്നാനപ്പെട്ടത്? ഞങ്ങളുടെ വീടിൻ്റെ പുറകെ നല്ലൊരു ടാങ്ക് ഇട്ടിട്ടുണ്ട്, ഈ വീട് പണിയാൻ വേണ്ടി നല്ല കുട്ടപ്പുണ്ടാങ്കി. പറഞ്ഞ ഞാൻ മുക്കി തരത്തില്ലായിരുന്നു. എത്ര പ്രാവശ്യം മുക്കി തന്നെന്ന് ചോദിച്ചു. എൻ്റെ മുന്നിൽ നിന്ന് ആ സഹോദരി പൊട്ടിക്കരഞ്ഞു. കാരണം വളരെയധികം മോശമായി അവമാനിച്ചു. സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ മഹത്വം, ആ സ്നാനത്തെക്കുറിച്ച് പ്രസംഗിപ്പാൻ ദൈവം എൻ്റെ മേൽ കൃപ പകർന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്തോത്രം. എന്തെങ്കിലും ഒരു പരിപാടിയിൽ നടക്കുന്നത് നീ നോക്കുമ്പോൾ ചെളിയുള്ള ആറായിരിക്കാം, നീ നോക്കുമ്പോൾ അഴുക്കുള്ള വെള്ളമായിരിക്കാം, നീ നോക്കുമ്പോൾ ഗുണമുള്ള സ്ഥലമായിരിക്കില്ല. പക്ഷേ നടക്കുന്നതെന്നറിയാമോ? ഭൂമിയിലെ മൺമയമായ ലോകത്തിൽ നിന്ന് വിശുദ്ധമായ വിൺമയമായ ലോകത്തിലേക്ക് ഞാൻ പോകുമെന്ന് നീ ഭൂമിയിൽ വിശ്വസിച്ചുറപ്പിക്കുന്ന ഒരു സ്വർഗീയ ശുശ്രൂഷയാണ് ഈ മുഴുകൽ സ്നാനം എന്ന് പറയുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാ ദൈവം പറഞ്ഞു, ഇത് കണ്ടപ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല, ഞാൻ സ്വർഗ്ഗം അങ്ങ് തുറന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീ ഓർത്തോണം, നീ സ്നാനപ്പെടുമ്പോൾ, നീ ചുവട് വെക്കുമ്പോൾ പിതാവിന് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. സ്തോത്രം. വചനം പറയുന്നു, സ്വർഗത്തിൽ എന്തുണ്ടാകുന്നു പറയുന്നു? സന്തോഷമുണ്ടാകുന്നു, ഗ്രേറ്റസ്റ്റ് ജോയ് ഉണ്ടാകുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. എന്താണ് പുതിയ സൃഷ്ടി?
എല്ലാ നിരാശകളോടും പാപങ്ങളോടും ഒരിക്കലും നന്മയില്ല, സന്തോഷമില്ലെന്ന് വിചാരിച്ച ഒരു പഴയ മനുഷ്യൻ, ലോക മനുഷ്യൻ കുഴിച്ചിടപ്പെട്ടു. ഇപ്പോൾ നിത്യജീവന്റെ പ്രത്യാശയോടുകൂടെ എൻ്റെ നിത്യജീവൻ ഉറപ്പിച്ചുകൊണ്ട് ഇതാ ക്രിസ്തുവിന്റെ മഹിമയാൽ അവൻ പുനരുത്ഥാനം ചെയ്തിരിക്കുന്ന സ്വർഗീയ അനുഭവമാണ് പുതിയ മനുഷ്യൻ എന്ന് പറയുന്ന സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്ക് എന്താണ് പറ്റിയത്? നമ്മൾ ഈ മുഴുകൽ സ്നാനമേറ്റവർ സുവിശേഷം അറിയിക്കുമ്പോഴും അല്ലാത്ത സമയങ്ങളിലും മാമോദീസ എന്ന് ഏറ്റവരോട് പറയും, നിങ്ങൾ എന്തൊരു സ്നാനം, ഇതൊക്കെ സ്നാനമാണോ? ഇതൊക്കെ ഒരു സ്നാനമാണോ? ഞങ്ങളെ നോക്കിക്കേ, ഞങ്ങൾ യേശു ഏറ്റെടുത്തതുപോലെ വചനപ്രകാരമുള്ള സ്നാനമേറ്റവരാ, നിങ്ങളിലും ആത്മീയമായി വളർച്ചയുള്ളവരാണ്, ഞങ്ങൾ സ്നാനം കൃത്യമായി വചനം എന്ത് പഠിപ്പിക്കുന്നുവോ അതുപോലെ ഏറ്റെടുത്തവരാണെന്ന് പറഞ്ഞ് പലപ്പോഴും അഭിമാനിക്കാറുമുണ്ട്, ചിലപ്പോൾ അഹങ്കരിക്കാറുമുണ്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ അവരെ പുച്ഛിക്കാറുണ്ട്. അവരോട് ചിലപ്പോൾ നമ്മൾ സുവിശേഷത്തിൽ അവരെ നിങ്ങൾ ആത്മീയത്തിൽ വളരാത്തത് പറയാറുണ്ട്. സ്തോത്രം. നമ്മൾ മുഴുകൽ സ്നാനം ഏറ്റെടുത്തതിൽ അഭിമാനിക്കാറുമുണ്ട്. അതിൽ നമ്മൾ ശൗര്യം കൊള്ളാറുണ്ട്. ഞങ്ങൾ വചനപ്രകാരം ജീവിക്കുന്നൊക്കെ പറയാറുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽ സ്തോത്രം, മുഴുകൽ സ്നാനമേറ്റ എന്നോടും നിന്നോടും ദൈവത്തിന് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. സ്തോത്രം. മുഴുകൽ സ്നാനം ഏൽക്കാത്തവരെ നീ കുറ്റപ്പെടുത്താതെ, മുഴുകൽ സ്നാനം ഏൽക്കാത്തവർക്ക് വിരോധമായി സംസാരിക്കാതെ, അവരെ നിരാശപ്പെടുത്താതെ, മുഴുകൽ സ്നാനമേറ്റ നീ ദൈവം ആഗ്രഹിച്ച മുഴുകൽ സ്നാനം ഏറ്റെടുത്തപ്പോൾ ആ ആഗ്രഹം നിന്നിൽ നിവർത്തിക്കുന്നുണ്ടോ എന്ന് ആദ്യം ഒന്ന് പരിശോധിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മുഴുകൽ സ്നാനം എടുത്ത സത്യമാ, പക്ഷെ ദൈവം എന്തിനു വേണ്ടി അതിനെ മുഴുകൽ സ്നാനത്തിലേക്ക് നയിച്ചത്? ആ ആഗ്രഹം നിന്നിൽ പൂർത്തീകരിക്കുന്നുണ്ടോ? ഫുള്ളി ഇമേഴ്സ്ഡ്, മുഴുവനും വെള്ളത്തിനകത്ത് നിന്നെ മുഴുവനും നിറച്ച് അടിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, നിന്നെ ആ സ്നാനം നിന്റെ ഉള്ളത്തിൽ നിനക്ക് ബോധ്യം തന്ന്, ജ്ഞാനികൾക്ക് വീൾക്ക് തിരിച്ചറിയാത്തത് നിനക്ക് ബോധ്യമാക്കി തന്ന്, നിന്നെ ആ സ്നാനത്തിലേക്ക് നടത്തി വീണ്ടും ജന്മം പ്രാപിച്ചൊരു ദൈവത്തിലാക്കി മാറ്റിയപ്പോൾ ദൈവത്തിന് ചില ഉദ്ദേശമുണ്ടായിരുന്നു ആ മുഴുകൽ സ്നാനത്തിലൂടെ. ദൈവത്തിന് സ്തോത്രം. ആ ഉദ്ദേശം ഒന്ന് പരിശോധിക്കാൻ പോവാ. എന്തായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം? മത്തായി 22:37 വാക്യവും ഒന്നാമത്തെ ഉദ്ദേശം. മാത്യു 22:37. ഇനി ആരും ഉറങ്ങരുത്, ശ്രദ്ധിച്ച് കേട്ട ഒരു വിടുതൽ സംഭവിക്കും. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. മുഴുകൽ സ്നാനമറ്റ ദൈവവൈതലേ, നീ മുങ്ങി പൊങ്ങുമ്പോൾ, അല്ലെ സ്നാനത്തിലേക്ക് ദൈവം നിന്നെ നടത്തുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്നത് 100% നീ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവനായി മാറണമെന്നായിരുന്നു. സ്തോത്രം, സ്തോത്രം. ഏത് ഹൃദയത്തോടാ? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടുകൂടെ 100% സ്നേഹിക്കണം. അതുകൊണ്ട് തളിച്ചില്ല, 100% നിന്നെ മൂക്കി. സ്തോത്രം. നിന്നിൽ ആ 100% ഒരു സമർപ്പണം കാണുവാൻ, ഇനി ഞാൻ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി ജീവിക്കുന്നുവെന്ന് നീ തന്നെ പറയത്തക്ക നിലയിലായി തീരണമെന്ന് കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിച്ചിട്ടാ ഇതിലേക്ക് നയിച്ചത്. സ്തോത്രം. തളിക്കപ്പെട്ട സ്നാനപ്പെട്ടവരെ വിടുവിക്കുന്നതിന് മുമ്പ് മുഴുകൽ സ്നാനമേറ്റ എന്നെ നിന്നെ ഒന്ന് വിടുവിക്കുവാൻ ഈ സന്ദേശം നിങ്ങളെ സഹായിക്കട്ടെ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ക്രിസ്തുവിനായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം. സ്തോത്രം. അപ്പോസ്തലർ 8:36-37 വായിച്ച് നമ്മൾ ആ ഷണ്ണന്റെ ഫിലിപ്പോസിന്റെ ഭാഗം വായിക്കുമ്പോൾ, ആക്ട്സ് 8:36-37, ഇങ്ങനെ അവർ രണ്ടുപേരും വഴി പോകുമ്പോൾ, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് പറയുകയാണ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. 100% സമർപ്പണമുണ്ടെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. സ്തോത്രം. അവൻ ഉത്തരം പറഞ്ഞു. അവർ സ്നാനം നടത്തി.
ദൈവത്തിന് സ്തോത്രം. യാക്കോബ് 1:8 വായിച്ച്, ജെയിംസ് 1:8 വായിച്ച്. ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. ചിലർ വിചാരിക്കുന്നത് ഇരു മനസ്സ് 50-50 അല്ല. 99 എത്ര മനസ്സുണ്ട്? ഇരു മനസ്സ്. 99% കർത്താവിനായി സമർപ്പിക്കും, 1% ഇല്ലെങ്കിൽ നിനക്ക് ഇരു മനസ്സാ. സ്തോത്രം. അങ്ങനെയെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടുകൂടെ ഒരു സമർപ്പിക്കപ്പെട്ട ജീവിതമായി തീരണമെന്ന് ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുക. സ്തോത്രം. മുഴുകൽ സ്നാനമേറ്റ വ്യക്തി എന്ന് പറഞ്ഞ് അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തതിനു മുമ്പ് ചിന്തിച്ചോണം, ആ മുഴുകൽ സ്നാനത്തിൽ ദൈവം ആഗ്രഹിച്ച ഒരു സമർപ്പണം എൻ്റെ ജീവിതത്തിലുണ്ടോ? ഞാൻ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാ? ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയാണോ? ലോകത്തിന് വേണ്ടിയാണോ? നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണോ? നിന്റെ മുഴുകൽ സ്നാനം കൊണ്ട് യാതൊരു പ്രയോജനം ദൈവത്തിനില്ല. നീ തളിക്കപ്പെട്ട സ്നാനപ്പെട്ടവരെ പോലെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. എന്നാൽ ക്രിസ്തുവിനായി, ദൈവത്തിനായി ഞാൻ ജീവിക്കുമെന്ന് തീരുമാനമുണ്ടെങ്കിൽ അവിടെയാണ് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി, അതിന്റെ പൂർണ്ണത നിന്നിൽ വെളിപ്പെടുവാനിടയായി തീരുന്നത്. സ്തോത്രം. മത്തായി 4:1 വായിച്ചു. മാത്യു 4:1. നമ്മൾ 3:16 വായിച്ചപ്പോൾ യേശു സ്നാനപ്പെട്ടത് വായിച്ചു. 4:1 വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. നോക്കിക്കേ, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ആരാണ് സ്നാനാർത്ഥി നടത്തുന്നത്? സ്നാനപ്പെട്ട വ്യക്തി ആരാണ് നടത്തുന്നത്? ഒന്നുകൂടെ വായിച്ചേ. സ്നാനപ്പെട്ട യേശുവിനെ ആത്മാവ് നടത്തുവാൻ തുടങ്ങുകയാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് നടത്തുവാൻ തുടങ്ങിയ. സ്തോത്രം. സ്തോത്രം. ഇനി നിന്റെ നടപ്പ് നിന്റെ ഭർത്താവ് പറയുന്ന പോലെയല്ല, നിന്റെ നടപ്പ് ഭാര്യ പറയുന്ന പോലെയല്ല, നിന്റെ നടപ്പ് അപ്പനും അമ്മയും പറയുന്ന പോലെയല്ല, നീ നടക്കേണ്ടത് മക്കൾ പറയുന്ന പോലെയല്ല. ആമേൻ. മുഴുകൽ സ്നാനമേറ്റെങ്കിൽ നീ നടക്കേണ്ടത് പരിശുദ്ധാത്മാവ് പറയേണ്ടത് പോലെയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ കാരണം? റോമാലേഖനം 8:14 വായിച്ച്. റോമൻസ് 8:14. ദൈവാത്മാവ് നടത്തുന്നവരേവരും ആരാണ്? ദൈവമക്കളാകുന്നു. സ്തോത്രം. എല്ലാം കൂടെ പഠിക്കണം. അവനെ സന്താനം കൊണ്ട് രക്ഷകനായി ഏറ്റു പറഞ്ഞ് ആമേൻ സ്തോത്രം, നിങ്ങൾക്ക് ദൈവമക്കളാൻ അധികാരം തന്നു പറഞ്ഞാൽ ഒരു ഏറ്റുപറച്ചുകൊണ്ട് തീരത്തില്ല. പിന്നെ ദൈവാത്മാവ് ലിഖിതപ്രകാരം നടന്നെങ്കിൽ മാത്രമേ ദൈവമക്കളായി തീരുകയുള്ളൂ. സ്തോത്രം. നമുക്ക് പറ്റിയ മടയത്തരം രക്ഷയേറ്റ് പറഞ്ഞ് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ദൈവമക്കളായെന്ന അതിൻ്റെ ആരംഭമാ. അതിൻ്റെ പല സ്റ്റെപ്പുകൾ പഠിച്ചെങ്കിൽ മാത്രമേ ഒരു ദൈവവേദനായി തീരുകയുള്ളൂ. സ്തോത്രം. ദൈവാത്മാവ് നടത്തുന്നവർ ആരാണ്? അവരെയാണ് ദൈവമക്കൾ എന്ന് വിളിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി 13:2-1 വായിച്ചേ. സ്തോത്രം. വേഗത്തിൽ വായിച്ച് സഹായിക്കുക. അന്ത്യോക്യയിലെ സഭയിൽ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു. 4-ാം വാക്യം വായിച്ചു. ഇനി ബർന്നബാസിനെയും ശൗലിനെയും എന്റെ വേലയ്ക്കായി വേദനിപ്പാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ അവരെ പറഞ്ഞയച്ചു. സ്തോത്രം. ആമേൻ. ഇനി അപ്പോസ്തലർ 6:16 വായിച്ച് വേഗത്തിൽ. അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഇവർ പരിശുദ്ധാത്മാവിന് ഹിതപ്രകാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ആമേൻ. അവിടെ വായിച്ചു. പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ റുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ച്. ആമേൻ. ശീലാസും പൗലോസും പോകുന്ന സമയത്ത് ആമേൻ സ്തോത്രം അവിടെ പോവാൻ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? വിലക്കി. അവിടെ വചനം പ്രസംഗിക്കുക. ആസിയിൽ വചനം പ്രസംഗിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? വിലക്കി. സ്തോത്രം. അപ്പൊ എന്ത് ചെയ്തു? മുസ്യയിലെത്തി ബിദുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അവരെന്തിനാ പോയത്? അവർ ട്രിപ്പിന് പോകാനല്ല, വചനം പ്രസംഗിക്കാനാ പോയത്. പക്ഷെ നീ പോകുന്ന സ്ഥലത്തൊന്നും നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തല്ല പ്രസംഗിക്കേണ്ടത്. നീ ഇഷ്ടമുള്ള സ്ഥലത്തല്ല പോകേണ്ടത്. പരിശുദ്ധാത്മാവ് പറയുന്ന ഇടത്ത്, പരിശുദ്ധാത്മാവ് പറയുന്ന സമയത്ത്, പരിശുദ്ധാത്മാവിന്റെ ഹിതപ്രകാരം സഞ്ചരിക്കുന്നവനാണ് ദൈവമക്കൾ എന്ന് പറയുന്ന. സ്തോത്രം. അപ്പം എവിടെല്ലാം പോകാൻ തീരുമാനിച്ചപ്പോൾ അവിടെല്ലാം പരിശുദ്ധാത്മാവ് തടഞ്ഞു. അടുത്ത വാക്യം. അവർ മുസ്യ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോനിയക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്
നീ മക്കദോനിക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായ ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ച്. ദർശനം കണ്ടു, മക്കദോനിക്ക് പോകണം, പരിശുദ്ധാത്മ ആഗ്രഹിക്കുന്നത് കണ്ടു. അടുത്ത വാക്യം, ഞങ്ങൾ ഉടനെ മക്കദോനിക്ക് എന്ത് ചെയ്തു? മക്കദോനിക്ക് പുറപ്പെടുവാൻ. സ്തോത്രം. ഉടനെ മക്കദോനി വിളിച്ചിട്ട്, അവിടെ സഭയുണ്ടോ, ശുശ്രൂഷയുണ്ടോ, താമസിക്കാൻ സ്ഥലമുണ്ടോ, അവിടെ പ്രോഗ്രാം ഉണ്ടോ എന്ന് ചോദിച്ചില്ല. പരിശുദ്ധാത്മ പറഞ്ഞു, ഞങ്ങൾ ഉടനെ മക്കദോനിക്ക് പുറപ്പെട്ടു. സ്തോത്രം. പ്രാർത്ഥനാ സ്ഥലം നോക്കിയിട്ട് എവിടാ കിട്ടിയെന്നാ പറഞ്ഞ്, പുഴവക്കത്താ കിട്ടിയത്. പക്ഷെ പുഴവക്കത്താണേലും വിടുതലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ 19:28-30 ഒന്ന് വായിച്ചിട്ട് ഭാഗം അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന് യോഹന്നാൻ 19:28-30. സകലതും, എവരിതിങ് ഈസ് അക്കംപ്ലിഷ്ഡ്, എല്ലാം തികഞ്ഞിരിക്കുന്നുവെന്ന് യേശു അറിയുന്നു. ഇനി 30-ാം വാക്യത്തിൽ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞാൽ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ മരുഭൂമിയിലേക്ക് നടത്തിയ ആത്മാവിന്റെ നടത്തിപ്പ് ക്രൂശ് മരണത്തിൽ വന്നപ്പോൾ പറഞ്ഞു, അത് തികഞ്ഞിരിക്കുന്നു, എല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു, പുതിയൊരു ലോകം ഇതാ മക്കൾക്കായി തുറന്നിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മുഴുകൽ സ്നാനമേറ്റ യേശു വെറുതെ ഏറ്റതല്ല, അവിടെ മുതൽ സമർപ്പിക്കപ്പെട്ട ജീവിതമാ. സ്തോത്രം. പള്ളി വെച്ച് കാണാതൊക്കെ പോയി. അപ്പനും അമ്മയും തിരിച്ചു വന്നു. നീ എവിടെ ആരും ചോദിച്ചു, ഞാൻ അപ്പന സ്ഥലത്തിരിക്കുന്നതൊക്കെ പറഞ്ഞെങ്കിലും എല്ലാം ഗ്രഹിച്ചിട്ട് വാക്കി എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ അവൻ എന്ത് ചെയ്തു? അപ്പനും അമ്മയ്ക്കും കീഴടങ്ങിയിരുന്നു. സ്തോത്രം. മുഴുകൽ സ്നാനമേറ്റ ശേഷം പിന്നെ അവൻ പിതാവിന് കീഴടങ്ങിയിരുന്നു. സ്തോത്രം. അവൻ്റെ ജീവിതം പിതാവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു. നീ മുഴുകൽ സ്നാനമേറ്റെങ്കിൽ, ആമേൻ, സ്തോത്രം, തളിച്ച് സ്നാനപ്പെടുത്തവരെ കുറ്റപ്പെടുത്താതെ ആദ്യം നിന്നെ തന്നെ ഒന്ന് പരിശോധിക്ക്, എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയോ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ നമ്മോട് പറയാനുള്ള ആഗ്രഹിക്കുന്ന കാര്യം, ആവർത്തന പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം. ഡ്യൂട്രോണമി 33:3. അവൻ ജനത്തെ സ്നേഹിക്കുന്നു, അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിലിരിക്കുന്നു, തൃക്കാൽക്കലിരുന്ന് അവനിൽ നിന്ന് തിരുവചനങ്ങൾ പ്രാപിക്കുന്നു. മുഴുകൽ സ്നാനമേറ്റ ദൈവത്തിലെ 100% ദൈവത്തിൻ്റെ വചനം അറിയുവാനുള്ളൊരു ദാഹവും അറിഞ്ഞ വചനം അനുസരിക്കുന്നുള്ള തീരുമാനമുള്ളവരായി തീരുവാൻ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുക. വചനം വായിക്കാൻ ബുക്ക് ഫ്രീ ആയിട്ട് കൊടുത്താലും തിരിഞ്ഞു നോക്കുകയില്ല. വായിക്കാൻ മനസ്സില്ല. എന്തിനാ പ്രധാനപ്പെട്ടത്? സ്തോത്രം. അവൻ്റെ ഭക്തന്മാർ തൃക്കാൽക്കലിരുന്ന് എന്ത് ചെയ്തു? വീടും കാറും ഏക്കറും അല്ല പ്രാപിച്ചത്, തിരുവചനങ്ങൾ പ്രാപിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ വചനം വായിക്കുന്നില്ല എങ്കിൽ, നിനക്ക് വചനം വായിക്കാൻ ദാഹമില്ല എങ്കിൽ, നിന്റെ ആത്മീയം തകർച്ചയില്ല, നിന്റെ ആത്മീയം പരാജയമാ. നീ പിശാചിന്റെ നുകത്തിന് കീഴിലായി ഇന്ന് പകൽക്കാലം. സ്തോത്രവും. നീ സഭയിൽ വന്നോട് ദൈവത്തിന് പ്രസാദമൊന്നുമില്ല. സ്തോത്രം. വചനം വായിക്കാത്തവനായി, വചനത്തിന് വില കൊടുക്കാത്തവനായി, അതിനൊരു ദാഹമില്ലാത്തവനായി നിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, നീ പരാജയത്തിന്റെ പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുക. സ്തോത്രം, സ്തോത്രം. ഒരു 2-3 ആഹാരം കഴിക്കാൻ ഇരുന്നിട്ട് നോക്കണം, നിന്റെ ശരീരത്തിൽ എന്ത് ഫീൽ ചെയ്യുന്നുവോ അതാണ് നിന്റെ ആത്മമനുഷ്യന് ഫീൽ ചെയ്യുന്നത്. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് പറഞ്ഞത്? മുഴുകൽ സ്നാനം ഏറ്റുകൊണ്ട് കാര്യമില്ല. നിന്നെ മുഴുകൽ സ്നാനം ഏറ്റെടുത്തപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? ഇവന് വചനം അറിയാനൊരു ദാഹം എന്നും ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, അറിഞ്ഞ വചനം അനുസരിക്കണം എന്നുള്ള തീരുമാനമുള്ളവനായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആമോസ് 8:11 വായിച്ചേ. ആമോസ് 8:11. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടൊരു ദാഹമല്ല,
നീ യഹോവയുടെ വചനങ്ങൾ കേൾക്കേണ്ടതിനുള്ള ഒരു വിശപ്പും ദാഹവും ആരിൽ കാണണം? ദൈവമക്കളിൽ കാണണം. സ്തോത്രം. ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോഴും പലരുടെയും ചിന്തന അറിയാമോ? ഉച്ചയ്ക്ക് പോയി എന്ത് കഴിക്കും? ബീഫ് ഫ്രൈ മേടിക്കണോ, ബിരിയാണി മേടിക്കണോ, അതോ? സ്തോത്രം. കാരണം നിന്റെ ഉള്ളിൽ എന്തുവാണ്? അപ്പത്തിനായുള്ള വിശപ്പും വെള്ളത്തിനായൊരു ദാഹം. എന്നാൽ മുഴുകൽ സ്നാനമറ്റ ദൈവത്തിലേ, നീ ആ വെള്ളത്തിലേക്ക് മുങ്ങുമ്പോൾ നിന്റെ അകത്തൊരു ദാഹം വ്യാപരിക്കണം. എന്തെന്നറിയാമോ? ദൈവവചനം കേൾക്കേണ്ടതിന്, ദൈവവചനം വായിക്കേണ്ടതിന്, ദൈവവചനം അനുസരിക്കുവാനുള്ള ഒരു ദാഹം, ഒരു വിശപ്പ്. സ്തോത്രം. എത്ര കഴിച്ചാലും എനിക്ക് തികയുന്നില്ല, ഇനിയും വേണമെന്ന് വചനത്തോട് നിനക്ക് ഉണ്ടായിരിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ എളുപ്പത്തിൽ മാർഗം പറഞ്ഞുതരാം. നിങ്ങൾ 3 നേരം കഴിക്കുന്നതാണെങ്കിൽ നിങ്ങൾ 3 അധ്യായം വായിക്കണം. ഇടയ്ക്ക് കടിയും കൊടിയും കൊണ്ട് ഒരു 5 അധ്യായം വായിക്കണം. നിങ്ങളുടെ ഫുഡ് നിങ്ങളെ പരിശോധിക്കണം. അത്ര അധ്യായം നിങ്ങൾ വായിച്ചേ പറ്റുള്ളൂ. സ്തോത്രം. ഇല്ലെങ്കിൽ കഴിക്കരുത്. സ്തോത്രം. നടക്കുമ്പോൾ ഇങ്ങനെ, ഓടുമ്പോൾ ഒരു, ഓഫീസിൽ ഡ്രോയ്ക്കകത്ത്, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എണ്ണം വേണ്ടി നോക്കണം. അത്രയും അധ്യായം നീ വായിച്ചോണം. സ്തോത്രം. അത്രയും വിശപ്പും ദാഹവും നിനക്കുണ്ടെങ്കിൽ നിന്റെ ആത്മാവിന്റെ ദാഹത്തിന്റെ അടയാളമാത്. സ്തോത്രം. ഇതുവരെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? സങ്കീർത്തനം 119:18 വായിച്ച് ഒരു പ്രാർത്ഥന. എന്താണ് ആ പ്രാർത്ഥന? നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എന്റെ കണ്ണുകളെ തുറക്കണമെന്ന് നീ ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കും. എന്ത് സംഭവിക്കുന്ന അറിയാമോ? ലൂക്കോസ് 24:31 വായിച്ചേ. ഇതിന് താമസം വരത്തില്ല മറുപടി. ഉടനെ അവരുടെ കണ്ണു തുറന്നു. എന്താ നീ പ്രാർത്ഥിച്ചത്? ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ, ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മഹനീയ കാര്യങ്ങൾ, എനിക്ക് ദാഹമാ, വിശപ്പാ, എനിക്കിത് അറിയുവാനുള്ള ആഗ്രഹമുണ്ടെന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ, ഇത് കാണുവാനുള്ള കണ്ണ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ അവരുടെ കണ്ണ് തുറന്നു. സ്തോത്രം. അവിടെ കൊണ്ടും പ്രാർത്ഥന നിർത്തരുത്. യെരമ്യാ 33:3 പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ ഉത്തരമരുളും. എന്താ ഉത്തരമരുളുന്നത്? നിനക്ക് മഹത്തായതും നീ അറിയാത്തതും മഹത്തായതും മറഞ്ഞിരിക്കുന്നതുമായ രഹസ്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ലൂക്കോസ് 24:44-45 വായിച്ചേ. നീ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. 44 വായിച്ചേ. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണം, പഴയ നിയമ പുസ്തകം, പ്രവാചക പുസ്തകങ്ങൾ, സങ്കീർത്തനങ്ങൾ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതും പുതിയ നിയമത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ക്രിസ്തുവിനെ വേദപുസ്തകത്തിൽ കർത്താവ് വരച്ചു കാട്ടിയിരിക്കുമ്പോൾ, ആമേൻ, നീ അതെടുത്ത് വായിക്കുവാൻ തുടങ്ങുമ്പോൾ 45-ാം വാക്യത്തിൽ വായിക്കുന്നു, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറക്കും. ആമേൻ, നിന്റെ ബുദ്ധിയെ അങ്ങ് തുറക്കും. സ്തോത്രം. എന്ത് വേണം? ഒരു വിശപ്പും ദാഹവും വേണം. ഒന്ന് കാണുവാൻ നീ പ്രാർത്ഥിച്ചപ്പോൾ നിന്റെ കണ്ണ് തുറന്നു. ഒന്ന് അറിയുവാൻ പ്രാർത്ഥിച്ചപ്പോൾ നിന്റെ ബുദ്ധിയെ തുറക്കുന്ന ദൈവം. സ്തോത്രം, സ്തോത്രം. അവിടെ കൊണ്ടും തീരുന്നില്ല. പൗലോസ് പറയുക, കൊലോസ്യ ലേഖനം 4:2 വായിച്ചേ. 2-3 വായിച്ചു. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, നിങ്ങൾ അതിൽ ജാഗരിച്ചേ. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി വചനത്തിന്റെ വാതിൽ തുറന്നു തരുവാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുമ്പോൾ, ആ വചനത്തിന്റെ വാതിൽ എനിക്ക് വേണ്ടി തുറന്നു തരുവാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറഞ്ഞു? ആ വചനത്തിന്റെ വാതിൽ തുറക്കുകയും ആ വാതിൽ തുറന്നു ലഭിക്കുന്ന വചനങ്ങൾ അത് അതിന്റെ ആത്മാവിന്റെ അനുഭവത്തോടെ നിങ്ങളോട് പ്രസംഗിക്കേണ്ടതിനും, ആമേൻ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. ആമേൻ. നിങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറക്കണം, ഞങ്ങൾക്കും വചനത്തിന്റെ വാതിൽ തുറക്കണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. അപ്പൊ എന്ത് സംഭവിച്ചെന്നറിയാമോ? വെളിപ്പാട് 3:8 വായിച്ചേ. Revelations 3:8. വെളിപ്പാട് 3:8.
ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നത് അറിയാമോ? നിന്റെ ദാഹം, നിന്റെ വിശപ്പ്, നിന്റെ ആഗ്രഹം, വചനത്തോടുള്ള നിന്റെ അഭേദ്യമായ ബന്ധം, ഞാനിത് അറിയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഞാനിതാ, നീ ചോദിച്ചെന്താ? വചനത്തിന്റെ വാതിൽ തുറക്കുവാൻ ഇതാ ഞാൻ നിനക്കൊരു വാതിൽ തുറന്നു തരാൻ പോകുന്നു. വചനത്തിന്റെ വാതിൽ തുറന്നു തരാൻ പോകുന്നു. അതിനി ആർക്കും എന്ത് ചെയ്യാൻ പറ്റുകയില്ല, അടയ്ക്കുവാൻ കഴിയില്ല. സ്തോത്രം. എന്താ നിനക്ക് തുറന്നറിയാമോ? നിനക്ക് അല്പമേ ശക്തി ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ വചനം നീ കാത്തു സൂക്ഷിച്ചു. ആമേൻ. ഇന്ന് പകൽക്കാലം മനസ്സിലായ വചനം അനുസരിപ്പാൻ ആര് തീരുമാനമെടുക്കുന്നുവോ അവരുടെ കണ്ണുകളെ തുറന്ന്, അവരുടെ ബുദ്ധിയെ തുറന്ന്, വചനത്തിന്റെ വാതിൽ തുറന്ന്, സ്വർഗീയ വെളിപ്പാടുകൾ, ദർശനങ്ങൾ, ആത്മീയമായ ശക്തിയായ വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് ഇന്ന് പകൽക്കാലം തുറന്നു തരികയാ. സ്തോത്രം. നീ വചനത്തിൽ മുങ്ങി താഴണം. ആദ്യം തുടങ്ങുമ്പം നരിയാണിയമോളം ഉള്ളൂ, പിന്നെയും വായിക്കുമ്പോൾ അത് മുട്ടോളമാകും, പിന്നെയും വായിക്കും അരയോളമാകും, പിന്നെയും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീന്തിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരാത്മ നദിയായി നീ മാറ്റപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വചനത്തോടൊരു ദാഹം, വചനത്തിൽ നീ മുങ്ങി താഴണം, വചനത്താൽ നിറയണം. കർത്താവ് പറഞ്ഞു, ഈ കൽപാത്രം ഒന്നിനും കൊള്ളുകയില്ല, പക്ഷേ അതിൻ്റെ വക്കോളം നിറച്ചേ, അതിൻ്റെ വക്കോളം നിറച്ചേ. അവർ വക്കോളം നിറച്ചപ്പോൾ വെറും വെള്ളം വീഞ്ഞായി മാറിയതുപോലെ നിറയുന്ന ദൈവത്തിലെ നീ ഒരു അസാധാരണ മനുഷ്യനാക്കി ദൈവം നിന്നെ മാറ്റാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. 1 തിമോത്തി 4:16 വായിച്ചിട്ട് ആ ഭാഗം അവസാനിപ്പിക്കുക. 1 തിമോത്തി 4:16. നിന്നെ തന്നെയും ഈ ഉപദേശത്തെ സൂക്ഷിക്കുക, വചനത്തെ സൂക്ഷിക്കുക. ആരും നിന്റെ കൂടെ കാണുകയില്ല, നീ ഒറ്റയ്ക്കാണെങ്കിലും നീ വചനത്തെ സൂക്ഷിക്കുക. ഇത് നീ ഉറച്ചു നിൽക്കണം. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും നീ രക്ഷിക്കും. സ്തോത്രം. ആമേൻ. മുഴുകൽ സ്നാനമേറ്റ ദൈവത്തിലെ നീ വചനത്തിൽ ഉറച്ചു നിൽക്കുക. ആരും കാണുകയില്ല, ആരും കാണുകയില്ല. നീ ഉറച്ചു നിൽക്കുക. അങ്ങനെയെങ്കിൽ നിന്റെ ആദരത്തെ ദൈവം തുറക്കും. നീ പ്രസംഗിക്കാൻ തുടങ്ങും. നീ നിന്നെ രക്ഷിക്കും, നിന്റെ കുടുംബത്തെ രക്ഷിക്കും, നീ പ്രസംഗം കേൾക്കുന്ന മുഴുവനെയും രക്ഷിക്കുമെന്ന് വചനത്തിനോട് ദൂത് പറയുക. പരിശുദ്ധാത്മാവ്. ആർക്കാഗ്രഹം? ആർക്കാഗ്രഹം? വചനത്തിൽ നിറയണം. ആർക്കാണ് വിശപ്പ്? വചനത്തോടുള്ള ദാഹം. സ്തോത്രം. നമ്മൾ പറയുക, നിങ്ങളുടെ തളിച്ച സ്നാനം ഞങ്ങൾ മുഴുകിയതാ. ഒരു കാര്യമില്ല. സ്തോത്രം. ദൈവത്തിന്റെ ആഗ്രഹം ഇതാ. ഹല്ലേലൂയ. 3-ാമത്തെ ഒരു ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുക. യൂദാ ലേഖനം 22, ഒരു അധ്യായമുള്ളൂ, 22-23 വാക്യം. 3-ാമത് ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? 22-23. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. 3-ാമത് മുഴുകൽ സ്നാനമേറ്റ ദൈവത്തിലെ നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നറിയാമോ? എന്തെല്ലാം സംഭവിച്ചാലും, എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും അടുത്തൊരുവന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഭൂമിയിൽ പ്രവർത്തിക്കും. സ്തോത്രം. ആമേൻ. അടുത്തൊരുവന്റെ വിടുതലിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ഒന്നോട് വായിച്ച വാക്യം. ആമേൻ. സ്തോത്രം. തീയിൽ നിന്ന് നിനക്ക് പൊള്ളലേക്കാം, നീയും തീയിൽ അകപ്പെടാം. ഇല്ല, ഞാൻ മാറി നിൽക്കുകയില്ല. അവൻ തീയിലാണെങ്കിൽ എൻ്റെ അകത്ത് വചനമെന്ന തീയുണ്ട്. അവനെ തീയിൽ ഞാൻ വലിച്ചെടുക്കും. സ്തോത്രം. അവനെ വെള്ളത്തിൽ ഞാൻ വലിച്ചെടുക്കും. എൻ്റെ അങ്കിക്ക്, കറ പിടിച്ച അങ്കിക്ക് എല്ലാം നഷ്ടമായാലും ഭയമില്ലാതെ ഞാൻ ഇറങ്ങിത്തിരിക്കും. ഒരുവന്റെ രക്ഷയ്ക്ക് വേണ്ടി, ഒരുവന്റെ വിടുതലിന് വേണ്ടി ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ അവസാന നിമിഷം വരെ പോരാടും. എൻ്റെ രക്ഷ മാത്രമല്ല, അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി എന്നെ മുഴുകൽ സ്നാനത്തിലേക്ക് ദൈവം നയിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം പറയുന്നു, നാശകരമായ കുഴി, കുഴഞ്ഞ ചേറ്, ഭയമില്ല കർത്താവേ, ആ കുഴിയിൽ ഞാൻ ഇറങ്ങും, ആ ചേറ്റിൽ ഞാൻ ഇറങ്ങും. ഇറങ്ങി അവനെ ഞാൻ വിടുവിക്കും. സ്തോത്രം. നിന്റെ കൃപയാൽ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യെരമ്യാ 42:22 വായിച്ചേ.
യെശയ്യാവ് 42, സോറി, യെശയ്യാവ് 42:22. ഇത് മോഷ്ടിച്ചും കവർന്നു പോയിരിക്കുന്ന ജനം, ചിലർ കുഴികളിൽ കിടക്കുക. എനിക്ക് പേടിയില്ല, പതുക്കെ മതി, എനിക്ക് പേടിയില്ല, ആ കുഴിയിൽ ഞാൻ ഇറങ്ങും. സ്തോത്രം. അടുത്തത്, കാരാഗ്രഹങ്ങളിൽ ചില അടയ്ക്കപ്പെട്ടിരിക്കുന്നു. എനിക്കൊന്നിനെയും ഭയമില്ല, അവരുടെ വിടുതലിന് വേണ്ടി ഞാൻ കാരാഗ്രഹത്തിൽ ഇറങ്ങിച്ചെല്ലും. സ്തോത്രം. അവർ കവർച്ചയായി പോയി, കൊള്ളയായി പോയി, അവർ നഷ്ടപ്പെട്ടു പോയി, അവർ തകർന്നും തരിപ്പണമായി കിടക്കുന്നു. ഇതൊന്നും എന്നെ അലട്ടുന്നില്ല, കാരണം എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ. അവരെ വിടുവിപ്പാൻ എന്നെ വിടുവിച്ചവൻ വിശ്വസ്തനായതുകൊണ്ട് അന്ത്യത്തോളം അടുത്ത വ്യക്തിയുടെ വിടുതലിന് വേണ്ടി ആമേ ഈ ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ അത്രേ ദൈവം നിന്നെ മുഴുകൽ സ്നാനത്തിലേക്ക് കൊണ്ടുവന്നത്. സ്തോത്രം, സ്തോത്രം. ഒരുത്തൻ വഴി കിടക്കുക അർദ്ധപ്രാണനായി. ഒരു പുരോഹിതൻ വന്നുവെച്ച് ഈശോ മിശിഹായെ സ്വീകരിക്കാൻ ആ വഴിക്ക് പോയി. ലേവ്യൻ വന്ന് എന്ത് പറഞ്ഞു? പ്രീസ്തനോട് പറഞ്ഞു, അവനും ആ വഴിക്ക് പോയി. നല്ല ശമരിയക്കാരൻ വന്ന് എന്ത് ചെയ്തു? അവന് വെയിലും അറിയത്തില്ല, പ്രാർത്ഥന അറിയത്തില്ല, പക്ഷേ അവൻ്റെ അകത്ത് കർത്താവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അന്ന് ലൂക്കോസ് 10-ാം അധ്യായം അതിൻ്റെ 32 തൊട്ട് വായിച്ചേ. അത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ലൂക്കോസ് 10. കാണാതല്ല, കണ്ടിട്ട് എന്ത് ചെയ്തു? മാറിക്കിടന്നറിയോ? ഇവരൊക്കെ തളിക്കപ്പെട്ടവരാ, ഇവർക്ക് വിടിവിക്കാൻ വ്യവസ്ഥയില്ല, അവർ വിടിവിക്കത്തുമില്ല. സ്തോത്രം. എന്നാൽ ശമരിയക്കാരൻ അവനെന്താ? ഉറപ്പ്, അവൻ മുഴുകലെടുത്തവന്. കാരണം യേശു ഒരിക്കലും എവിടെ പോയി? ശമരിയ പട്ടണത്തിൽ പോയി. ശമരിയക്കാരി സ്ത്രീയെ കണ്ടു, അവളോട് സുവിശേഷം പറഞ്ഞു. അവൾ സുവിശേഷം പറഞ്ഞ് അനേക ക്രിസ്തു വിശ്വസിച്ചു. ഞാൻ വിശ്വസിക്കുന്നു, അന്ന് വിശ്വസിച്ച ഒരു ശമരിയക്കാരൻ ഈ വഴിയിൽ വന്നു. സ്തോത്രം. അവൻ എന്തു പറ്റി? അവനെ കണ്ടിട്ടങ്ങ് മനസ്സരിഞ്ഞു. സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളെ ഞങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്നുണ്ടെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളെ കാണരുത്. നിങ്ങളെ കണ്ട് മനസ്സറിയുന്ന ഒരു പിതാവിനെ നിങ്ങൾ കാണണം. ആ പിതാവിൻ്റെ സ്നേഹമാണ് ആമേ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട്, അയ്യോ, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി തിരിച്ചറിഞ്ഞുകൊണ്ടാ നിങ്ങളുടെ അരികിലേക്ക് പിന്നെയും ഇറങ്ങി വരുന്നത്, പിന്നെയും നിങ്ങളെ സ്നേഹിക്കുന്നത്, പിന്നെയും നിങ്ങളെ കരുതുന്നത്. ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, പിതാവിൻ്റെ മനസ്സലിവാ. സ്തോത്രം, സ്തോത്രം. ബാക്കി വായിച്ചു. ആരുടെ എണ്ണയും വീഞ്ഞു എടുത്തു? ശമരിയക്കാരൻ്റെ എണ്ണയും വീഞ്ഞു എടുത്തു. അടുത്ത് പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവൻ്റെ വാഹനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, തുണി അടിച്ച് പറിച്ച് അർദ്ധപ്രാണനായി കിടക്കുന്നെങ്കിൽ അവൻ്റെ ശരീരത്തിൽ ഉറപ്പായിട്ട് എന്ത് കാണും? ചോരക്കറ കാണും. എൻ്റെ വണ്ടി അഴുക്കാവുന്നൊന്നും പുള്ളി നോക്കിയില്ല. പുള്ളി എന്ത് ചെയ്തു? അതുപോലെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു. സ്തോത്രം. ഇത്രയും ചെയ്താൽ മതി, മാക്സസെ അവാർഡോ ഈ ലോകത്തിൽ ഏതെങ്കിലും അവാർഡ് കിട്ടും. കാരണം ഇത്രയും ചെയ്യുന്നൊരു പോലും ഈ ലോകത്തിൽ ഇല്ല. അവിടെ കൊണ്ട് തീർന്നില്ല. ഇവൻ ബോധം വരുമ്പോൾ, സൗഖ്യമാകുമ്പോൾ ബാക്കി ഫീസ് അവൻ അടച്ചോളെന്ന് പറഞ്ഞ് ഈ ശമരിയക്കാരൻ എന്ത് ചെയ്തില്ല? അവിടുന്ന് മുങ്ങിയില്ല. എന്ത് ചെയ്തു? കൊടുത്തിട്ട് പറയുക, ഇവന് രക്ഷ ചെയ്യണം, ഇവന്റെ അവസാന വിടുതൽ വരെ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രവർത്തിക്കണം. ഇതിരിക്കട്ടെ, ഇനിയും അധികമുണ്ടെങ്കിൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. എന്താണെന്നറിയാമോ ദൈവമക്കളെ? അടുത്ത ഒരുവന് വേണ്ടി നീ വേല ചെയ്യുമ്പോൾ, അടുത്തൊരുവന് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ, അടുത്തൊരുവന് വേണ്ടി കർത്താവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, സ്തോത്രം, നിനക്ക് തരേണ്ടതെല്ലാം തരിക മാത്രമല്ല, മടങ്ങി വരുമ്പോൾ നിന്റെ പൂർണ്ണ രക്ഷ എന്ന പ്രതിഫലം അവൻ നിന്റെ കാലങ്ങളിൽ തരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വേലയ്ക്കോ ജാക്കി വെക്കുക. ഇന്നെങ്കിലും നിങ്ങൾ മാനസാന്തരപ്പെട്ടോണം. നീ മുങ്ങി പൊങ്ങിയതൊക്കെ സത്യമാ, വചനപ്രകാരം. പക്ഷേ തളിക്കപ്പെട്ടവരെ നോക്കി നീ പുച്ഛിക്കുമ്പോൾ, അവർക്ക് വിരോധമായി സംസാരിക്കുമ്പോൾ, അത് തെറ്റെന്ന് പറയുമ്പോൾ, മുഴുകൽ സ്നാനമേറ്റ നീ ആരായിരിക്കും? കർത്താവ് പറഞ്ഞു, 100% സമർപ്പിക്കപ്പെട്ട ജീവിതം, 100% വചനം അറിയാനുള്ള ദാഹം, അറിഞ്ഞ വചനം അനുസരിപ്പാനുള്ള തീരുമാനം.
3, യമേൻ കർത്താവിൻ്റെ നാമത്തിൽ അടുത്തൊരുവന്റെ വിടുതലിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം. സ്തോത്രം. തീയാണോ, വെള്ളമാണോ, കുഴഞ്ഞ ചേറാണോ, നാശകരമായ കുഴിയാണോ, കാരകരമാണോ, കവർച്ചയാണോ, കൊള്ളയാണോ, സാരമില്ല. സ്തോത്രം. വചനം പറയുന്നു, യേശു പുനരുദ്ധാനം ചെയ്തപ്പോൾ കല്ലറകളെല്ലാം പിളർന്നു. എന്ത് ചെയ്തു? കല്ലറകളിൽ കിടന്ന അനേക വിശുദ്ധന്മാർ എന്ത് ചെയ്തു? യേശു പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ എന്ത് ചെയ്തു? സുവിശേഷം അറിയിച്ചു. ആരോട്? ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പായി ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യരോടും യേശു സുവിശേഷം അറിയിച്ചു. സംശയമുണ്ടോ? 1 പത്രോസ് ലേഖനം അത് ഒന്ന് വായിച്ചു 4:5-6 വായിച്ചേ. 1 Peter 4:5-6. ജീവിച്ചതിനെ മരിച്ചവരെ ന്യായം വിധിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവനെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിനായിട്ടല്ലോ അവൻ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ദൈവത്തിലെ മുഴുകൽ സ്നാനമേറ്റ എന്നോടും നിന്നോടും വീണ്ടും ഇത് പറയുവാൻ പരിശുദ്ധാത്മ പ്രേരിപ്പിച്ചപ്പോൾ നിങ്ങൾ ചോദിച്ച അതേ ചോദ്യം ഞാൻ കർത്താവോട് ചോദിച്ചു. സ്നാനമേറ്റ എന്നോട് നീ എന്തിനെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്? കർത്താവ് പറഞ്ഞു, സഭ ഇതറിയണം, നീ ഇതറിയണം. മുഴുകൽ സ്നാനമേറ്റ എന്നെ നിന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം ഇതാ. പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട കർത്താവിന് വേണ്ടി. ആമേൻ. പൂർണ്ണമായി വചനത്തിൽ നിറഞ്ഞൊരു ജീവിതം, പൂർണ്ണമായി അടുത്തൊരുവന്റെ വിടുതലിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതം. അതിനുവേണ്ടി നിന്നെ മുക്കി പൊക്കിയത്. സ്തോത്രം. ആമേൻ, ആമേൻ. പെന്തിക്കോസിൽ ചേരാനല്ല, നിനക്ക് നല്ല വീടും കാറും വാങ്ങാനല്ല. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു, അവൻ്റെ മരണത്തോട് പങ്കാളിയായെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തോട് ഞാൻ ഏകീഭവിക്കും. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ദൈവസ്ഥലം നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. ദൈവത്തിന്